ഈ പന്ന ചെറുക്കൻ്റെ വീഡിയോ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാകും. വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് ഒരു മാഷ് സംസാരിക്കുന്നതിൻ്റെ റിയാക്ഷൻ റീല് വീഡിയോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവന് ആ ഒരു വീഡിയോ മാത്രമല്ല ചെയ്തിട്ടുള്ളത്. സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കൾ അവര് പ്രകൃതി തന്നെ കൊണ്ടുപോയി. ആ പൊലയാടി മോനെ ചെയ്ത ഒന്നാമത്തെ വീഡിയോ ആണിത്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു വീഡിയോ വയനാട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് 2 ദിവസമായി കാത്തിരിക്കുകയാണ്. പൊന്നുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച്. ആരും തിരക്കൊന്നുമില്ലായിരുന്നു ഇവിടെ, മോർച്ചറിയിലും പിന്നെ കമ്മ്യൂണിറ്റി ഹാളിലുള്ള വെച്ച്. ഇതവൻ രണ്ടാമത്തെ റീൽ ചെയ്തതാണ്. ഇതുകൂടാതെ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ പറ്റിയിട്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വൃത്തികെട്ടൊരു വീഡിയോ അതിലും ചെയ്തിട്ടുണ്ട്. ഈ തമ്മാടി പുട്ടിൽ കാണാതായ അർജുൻ്റെ തലയിൽ ഈ ആന തൂറുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ സാധിക്കുമോ? അങ്ങനെ എല്ലാവർക്കും വെച്ചെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വെച്ചവർ കമൻറ്റ്. ഇവനൊന്നും മനുഷ്യനക്ക് പിറന്നതല്ല, ഏതോ മൃഗത്തിന് പിറന്ന പന്ന കഴിവരുടെ മോനാണിത്. കഞ്ചാവിനും മയക്കുമരുന്നിനും ആയവർക്കല്ലാതെ ഇങ്ങനെയൊന്നും കാട്ടിക്കൂട്ടാനും കഴിയില്ല. ഈ കഴിവേറി ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോകൾ കാണാൻ ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ രണ്ടാമത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ കാണുന്ന തമ്മാടികൾ ഇതിന് പ്രോത്സാഹനം കൊടുക്കുന്ന എത്ര തമ്മാടികളുണ്ട് എന്നുള്ളതും അത് നോക്കി കാണേണ്ടത് തന്നെയാണ്. ഇവൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും വെച്ച് സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ ഇവൻ അകത്താവുമെന്ന് ഉറപ്പാണ്. ഈ പന്ന കഴിവേറിക്ക് അത്ര പ്രായമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ. ഒരു ചെറിയ ചെക്കനാണ്, ചുള്ളി ചെക്കനാണ്. ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വലുതാകുമ്പോൾ എങ്ങനെയായിരിക്കും? ഈ കഴിവേറി കാരണം ഇപ്പോൾ ഇവൻ്റെ മാതാപിതാക്കൾക്ക് എത്ര തെറി കേട്ടിട്ടുണ്ടാവും. സമൂഹത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ എത്ര അനാവശ്യ വർത്തമാനങ്ങൾ ഇവൻ്റെ മാതാപിതാക്കൾ കേട്ട് കാണും. ഈ മാതാപിതാക്കളും അതേപോലെ തന്നെ ആണോ എന്ന് അതും അറിയില്ല. ചിലപ്പോൾ മാതാപിതാക്കൾ നല്ലവരായിരിക്കും, നല്ല സമൂഹത്തിന് നല്ലത് ചെയ്യുന്നവരായിരിക്കും.